നമ്മുടെ വയറും തലച്ചോറും തമ്മിൽ എപ്പോഴും ഒരു രഹസ്യ സംഭാഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറുതെ പറയുന്നതല്ല. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു അത്ഭുതകരമായ ബന്ധം അവർക്കിടയിലുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും പറയാറുള്ളൊരു കാര്യമല്ലേ, എന്തോ ഒരു പന്തികേട് പോലെ, വയറ്റുന്നൊരു ഫീലിംഗ് എന്നൊക്കെ വെറുതെ പറയുന്നൊരു ഡയലോഗാണോ അത്? അല്ല, അത് വെറുമൊരു തോന്നലല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ തലച്ചോറിനെ അയക്കുന്ന ഒരു റിയൽ സിഗ്നലാണ്. ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും. ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ്. അതായത് നമ്മുടെ ദഹനവ്യവസ്ഥയും തലച്ചോറും തമ്മിലുള്ളൊരു ആശയവിനിമയ സൂപ്പർ ഹൈവേ. ശരി, ഈ ഹൈവേയിലൂടെ എങ്ങനെയുള്ള സന്ദേശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? അപ്പോ ഈ ആശയവിനിമയത്തിലെ പ്രധാന കളിക്കാരാരാണെന്നറിയോ? അത് നമ്മൾ വിചാരിക്കുന്ന ആരുമല്ല. അവർ നമ്മുടെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന സൂക്ഷ്മാണുക്കളാണ്, നമ്മുടെ സ്വന്തം മൈക്രോബയോം. അപ്പോ ഈ കോടാനുകോടി സൂക്ഷ്മാണുക്കൾക്ക് അതിനൊക്കെ കൂടി എത്ര ഭാരം കാണും? വല്ല ഐഡിയ ഉണ്ടോ? കേട്ടാൽ ചിലപ്പോ വിശ്വസിക്കില്ല. ഏതാണ്ട് 2-3 കിലോ. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് ഒരു വളർത്തുപൂച്ചയുടെ അത്രയും ഭാരമുള്ള ഒരു മൈക്രോ ലോകം തന്നെയുണ്ട്. ഈ സൂക്ഷ്മാണുക്കളുടെ സമൂഹത്തെയാണ് നമ്മൾ മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. നമുക്കിതിനെ നമ്മുടെ ശരീരത്തിനു വേണ്ടി രാവും പകലും പണിയെടുക്കുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഈ കുഞ്ഞൻ സഹായികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ വെറും സഹായികളൊന്നുമല്ല. ഭക്ഷണം ദഹിപ്പിക്കുന്നത് മുതൽ നമ്മുടെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന സെറോട്ടോണിൻ ഉണ്ടാക്കുന്നതിൽ വരെ അവർക്ക് പ്രധാന പങ്കുണ്ട്. നമ്മുടെ പ്രതിരോധശേഷിയുടെ കാവൽക്കാരാണ്. എന്തിനേറെ, നമ്മുടെ മൂഡ് വരെ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഈ സംഭാഷണം എങ്ങനെയാണ് നടക്കുന്നത്? കുടലിൽ നിന്നുള്ള മെസ്സേജുകൾ തലച്ചോറിലേക്ക് എത്താൻ എന്തൊക്കെ വഴികളുണ്ട്? നമുക്ക് ആ സൂപ്പർ ഹൈവേയിലേക്കൊന്ന് കയറി നോക്കാം. പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന് വാഗസ് നാഡി വഴിയുള്ള ഒരു ഫാസ്റ്റ് ലൈൻ, ഒരു ഇലക്ട്രിക് സിഗ്നൽ പോലെ മില്ലിസെക്കൻഡുകൾ കൊണ്ട് തലച്ചോറിലെത്തും. പിന്നെ രണ്ടാമത്തേത് കുറച്ച് സ്ലോ ആണ്, രക്തത്തിലൂടെ ഹോർമോണുകളെ അയച്ചുള്ള ഒരു കെമിക്കൽ മെസ്സേജ്. ഇതിന് മിനിറ്റുകളോ മണിക്കൂറുകളോ എടുത്തേക്കാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 ലൈനുകളും ഒരേ സമയമാണ് വർക്ക് ചെയ്യുന്നത്. ആ ഫാസ്റ്റ് ലൈൻ എങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കിക്കേ. നിങ്ങൾ മധുരമുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ കുടലിലെ ചില സ്പെഷ്യൽ കോശങ്ങൾ അത് തിരിച്ചറിയും. ഉടനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ വാഗസ് നാഡി വഴി തലച്ചോറിലേക്കൊരു പാച്ചാണ്. തലച്ചോറ് എന്തു ചെയ്യും? ഡോപ്പാമൈൻ എന്നൊരു കെമിക്കൽ അങ്ങ് റിലീസ് ചെയ്യും. അതോടെ നമുക്ക് വീണ്ടും മധുരം കഴിക്കാനൊരു കൊതി വരും. ഇതിനെക്കുറിച്ചൊരു ഗവേഷകൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കൂ. നമ്മുടെ ശരീരം നമ്മുടെ തലച്ചോറിന്റെ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പല ആഗ്രഹങ്ങളും തുടങ്ങുന്നത് തലച്ചോറിൽ നിന്നല്ല, മിക്കപ്പോഴും വയറ്റിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഈ സംഭാഷണത്തെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കാം? അതിനൊരു വഴിയുണ്ടോ? സന്തോഷവാർത്ത, വഴിയുണ്ട്. ശാസ്ത്രം തന്നെ അതിനൊരു എളുപ്പവഴി കാണിച്ചു തരുന്നുണ്ട്: പുളിപ്പിച്ച ഭക്ഷണങ്ങൾ. സ്റ്റാൻഫോർഡിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം ഈ ചോദ്യത്തിന് ഉത്തരം തേടി. നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് ഏതാണ് കൂടുതൽ നല്ലത്? നാരുകൾ ഒരുപാടടങ്ങിയ ഭക്ഷണമാണോ അതോ പുളിപ്പിച്ച ഭക്ഷണങ്ങളാണോ? ആ പഠനത്തിന്റെ ഫലം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. നാരുകൾ കൂടുതൽ കഴിച്ചവരുടെ കുടലിൽ വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിച്ചവരുടെ മൈക്രോബയോമിൽ ഒരുപാട് നല്ല ബാക്ടീരിയകൾ വളർന്നു. അതിലും പ്രധാനമായി ശരീരത്തിലെ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ നന്നായി കുറഞ്ഞു. ഇതൊരു വലിയ കണ്ടെത്തലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുടലിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അടുത്ത തവണ കടയിൽ പോകുമ്പോൾ എന്തൊക്കെ വാങ്ങാം? ഇതാ കുറച്ച് നല്ല ഓപ്ഷൻസ്. പഞ്ചസാര ചേർക്കാത്ത തൈര്, കെഫിർ, സവർക്രൗട്ട്, കിംചി, ഇതൊക്കെ വളരെ നല്ലതാണ്. എന്തിനേറെ, നമ്മൾ അച്ചാറിടാനൊക്കെ വയ്ക്കുന്ന പുളിപ്പിച്ച പച്ചക്കറികളുടെ ഉപ്പുവെള്ളം പോലും ഗുണകരമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു: ഒരു ദിവസം എത്ര അളവിൽ കഴിക്കുന്നു എന്നതിലല്ല കാര്യം, എല്ലാ ദിവസവും സ്ഥിരമായി കഴിക്കുന്നതിലാണ്. അതായത് കുറച്ചാണെങ്കിലും വേണ്ടില്ല, സ്ഥിരമായി കഴിക്കുന്നത് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ? നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യവും നിങ്ങളുടെ മാനസികാരോഗ്യവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. രണ്ടും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. 2020 സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ജേണലിൽ വന്നൊരു പഠനവും ഇതുതന്നെയാണ് പറയുന്നത്. വൈകാരികമായ സുസ്ഥിതിയും കുടലിലെ മൈക്രോബയോമിന്റെ ഘടനയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ ഗട്ട് ഫീലിംഗ്, ആ തോന്നൽ യഥാർത്ഥത്തിൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നാണ്. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക:
നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഓർക്കസ്ട്രയുടെ കണ്ടക്ടർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നിങ്ങളുടെ കുടലും തലച്ചോറും തമ്മിലുള്ള സംഭാഷണത്തെ മാറ്റിയെഴുതുന്നു. അതെത്ര പവർഫുള്ളായൊരു അറിവാണെന്നൊന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ ഇന്ന് എന്ത് കഴിക്കാനാണ് നിങ്ങളുടെ കുടൽ നിങ്ങളോട് പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. കാരണം നിങ്ങളുടെ ശരീരം എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.